ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സൺഡേ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടന് പെട്ടെന്ന് ഒന്ന് വർക്കല വരെ പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ടൈമൊക്കെ നീട്ടി ഞങ്ങളൊരു 6 മണി നേരത്താണ് പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോയി ഞങ്ങൾ വെച്ചിട്ട് ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വേറെ അങ്ങോട്ടില്ല, ശംഖുമുഖത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇത്രയും ലേറ്റ് നൈറ്റായിട്ട് ഞാൻ ശംഖുമുഖത്തേക്ക് പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ്. കുറച്ചും കൂടി ഞാൻ ഒരു 4-5 മണി ആ ടൈമിലൊക്കെയാണ് ഞാനൊരു 2-3 പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത്രയും മുന്നേക്കേ പോയിട്ടുള്ളൂ. ഇത്ര ലേറ്റായിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഞാൻ വിചാരിച്ചു അവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം ഇത്ര നേരം വൈകില്ലേന്ന്. അമ്മേ, എന്തോരം ആൾക്കാരായിരുന്നു എന്നറിയാം അവിടെ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കടലിൻ്റെ അവിടേക്ക് പോയി വരാമെന്ന് വിചാരിച്ചു. കടലിൻ്റെ അവിടേക്ക് പോയപ്പോൾ കടലൊക്കെ ആകെ കയറി കിടക്കണം. അവിടെ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ട് അപ്പുറത്തേക്കൊന്നും ആരും കടത്തി വിടണില്ല. കടലിൻ്റെ അവിടേക്കൊന്നും ആരും കടത്തി വിടണില്ല. രാത്രിയായി, എന്നാലും പകലും കടത്തി വിടണില്ല എന്ന് തോന്നുന്നു. ഫുള്ള് കയറൊക്കെ കെട്ടിയിട്ടേക്കായിരുന്നു. ശരി, ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തിരിച്ച് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ആ പാർക്ക് മറ്റേ പ്രതിമല്ലേ അവിടേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം അവിടേക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലൈറ്റുകളും കാര്യങ്ങളും, പിന്നെ കുട്ടികളുടെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. എല്ലാവരും ഇതുപോലെ സൺഡേ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഫാമിലീസൊക്കെ ആയിട്ട് വന്നേക്കുക കേട്ടോ. കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ചു. പിന്നെ ഇവന് ഒരു ഭാഗത്ത് ഇരുത്തി അവിടെ ഇരിക്കില്ല, അവനിങ്ങനെ ഓടി നടക്കണം. ഞാൻ പിന്നെ അവൻ്റെ പിന്നാലെ ഓടാൻ നടക്കുകയാണ്. അവന് പിന്നെ അവിടെ ബാക്കിയുള്ള കുട്ടികൾ കളിക്കണ പോലെ അവനും കളിക്കണം. അതിൻ്റെ മുകളിൽ കയറണം, ഇതിൻ്റെ മുകളിൽ കയറണം. അവനൊരു ഭാഗത്തിരിക്കില്ല. അവൻ ഓടാണ്, ഒരു ഭാഗത്ത് ഇരിക്കുകയല്ലെങ്കിൽ അവിടെ നിന്ന് കാണുമല്ലോ. അതേ കണ്ടില്ലേ, ഓരോ പെൺപിള്ളേരെ ബാക്കിൽ കൂടെ പോവുക. പിന്നെ ഏതെങ്കിലും വേറെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർ പിന്നാലെ പോവുക. ഭയങ്കര ഓട്ടമായിരുന്നു, ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ മറ്റേ ഹെലികോപ്റ്റർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ കയ്യും പിടിച്ച് വായി വെച്ചും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ കൊണ്ടുപോകണ്ട. എന്നിട്ട് പിന്നെ അവിടെ പോയി അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ ഗെയിം സോൺ, കുട്ടികളുടെ കളിക്കണ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആരുഷിന് കളിക്കാൻ പറ്റിയോ എനിക്കൊന്നും ഇങ്ങനെ കണ്ടെന്ന് തോന്നിയില്ല. ഇങ്ങനത്തെ ജീപ്പാണ്. പിന്നെ ഇവിടെ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലിരുത്തിയില്ല. അല്ലാതെ കുറച്ചും കൂടി വലുതായാലേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഗെയിമുകളൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ പിന്നെ അവനതൊക്കെ കാണിച്ചു കൊടുത്തു. കുറച്ച് നേരം ഈ ഷൂട്ടിങ് കണ്ടു കേട്ടോ. മറ്റേ ബലൂണ് പൊട്ടിക്കലും അമ്പയറൊക്കെ ചെയ്യണതൊക്കെ, ഇങ്ങനത്തെ കുറേ നേരം ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ പുറത്തേക്ക് പോയി ഒരു ഐസ്ക്രീം മസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചോക്കോബാറാണ് മേടിച്ചത് കേട്ടോ. ആരുഷിന് ഞാനൊരു കപ്പ് ഐസ്ക്രീം, ഏട്ടന് അമേരിക്കൻ ബാർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവനാണെങ്കിൽ അവൻ്റെ ഐസ്ക്രീം വേണ്ട, അപ്പം എൻ്റെ ഐസ്ക്രീം മതി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പാനിപൂരിയിലേക്ക് എത്തി. പാനിപൂരി ഞങ്ങൾ കഴിച്ചു. ഇവന് പിന്നെ അതിലത്തെ മിച്ചറൊക്കെ അവനും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലത്തെ മിച്ചർ മാത്രം കൊടുത്തു കേട്ടോ. പിന്നെ പാനിപൂരി മാത്രമല്ല, മറ്റേ മസാലപ്പൂരിയില്ലേ അതും വാങ്ങിച്ചു ഞങ്ങൾ രണ്ടും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൂപ്പരാളെ കഴിക്കൽ കഴിഞ്ഞിട്ടില്ല. ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കും. സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും താഴെ വീഴും. പിന്നെ ഞങ്ങൾ അമ്പിളിമാമനെയൊക്കെ കുറേ നേരം കാണിച്ചു കൊടുത്തു. പിന്നെ ശരി വീട്ടിൽ പോയി ഒരു 8-8:30 ആയി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തേണ്ട വെച്ചിട്ട്. പിന്നെ റോട്ടിൽ കണ്ടില്ലേ ഈ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ, ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ കണ്ടു. കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം. ആരുഷിന് ഭയങ്കര ഇഷ്ടമായിട്ട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ കളറ് മാറി വരുന്നതുകൊണ്ട് ഈ ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഈ ലൈറ്റ് ഇനി ഓണാകുമ്പോൾ ഒന്നും കൂടി ഇവിടെയൊക്കെ കുറേ ലൈറ്റുകളൊക്കെ ഇടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.